ഈമാനിന് രുചി ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? ഈമാനിന് ഒരു ആനന്ദം ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? ഈമാൻ ഒരു ലഹരി ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? ഈമാൻ ഒരു മസ്ത് ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? ഈമാൻ ഒരു ആസ്വാദനം ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? അത് രുചിക്കണം. വല്ലാത്ത അനുഗ്രഹമാണത്. മനസ്സിലാവണ്ട. ഒരാൾ കമൻറ്റ് ചെയ്തു, ഉസ്താദ് ഈ കള്ള് എന്ന് പറയണ്ട, തൗഹീദിൻ്റെ കള്ള് എന്ന് പറയണ്ട, കാരണം അത് ആൾക്കാർക്ക് വേറെ കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു കരാറ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇതിന് സപ്പോർട്ടായി, നേതൃത്വമായി. അപ്പോൾ എല്ലാവരും അതുമായി ബയ്യത്ത് ചെയ്യും. പിന്നെ അദ്ദേഹത്തിൻ്റെ കിരാത ഭരണം തുടരുകയും ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളെ തുടച്ചു നീക്കി എന്താ പറയുക, ദീനിന് അവരുടെ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് യോജിച്ച നിയമങ്ങൾ മാത്രം നടപ്പിലാക്കി യഥാർത്ഥ ഈമാനും ഇസ്ലാമും ഇന്ന് ഈ സമൂഹത്തിന് മുന്നിൽ ഈ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് തയ്യാറാകുക. അങ്ങനെയാണ് ഷഹാദത്ത് ഇരിക്കുന്നത്. കുട്ടിയുടെ വായിൽ വന്ന് രക്തം പുറത്തേക്ക് വന്ന് കുട്ടി ഷഹീദാവാണ്. ആ പിഞ്ചു കുഞ്ഞ് സ്വന്തം കയ്യിൽ നിന്ന് ഷഹീദാകുമ്പോൾ ആ രക്തം കയ്യിലെടുത്തിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആകാശത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖളാ ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ കുട്ടിയുടെ പരിശുദ്ധമായ മയ്യത്ത് ആ ശരീരം കൊണ്ട്, ഷഹീദായ പുണ്യ ശരീരവും കൊണ്ട് കൈമയിലേക്ക് ചെന്നപ്പോൾ സ്ത്രീകൾ കരയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോകരുത്, നമ്മൾ അഹ്ലു ബൈത്താണ്, മുത്തുനബിയുടെ കുടുംബങ്ങളാണ്, നമ്മൾ കരഞ്ഞു പോകരുത്, അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമിക്കണം. നമ്മൾ ക്ഷമിക്കലല്ലേ, നമ്മൾ അള്ളാഹിനെ കൊണ്ട് തൃപ്തിപ്പെടണം, നമ്മൾ അള്ളാഹിനെ കൊണ്ട് തൃപ്തിപ്പെടേണ്ടവരാണ്, നിങ്ങൾ കരഞ്ഞു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു വീണ്ടും യുദ്ധത്തിന് ഇറങ്ങാൻ ചെയ്യും. മനസ്സിലാവും. നമ്മൾ ചിന്തിക്കണം, എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ? കുടുംബം സംരക്ഷിക്കാനാണ്. കുടുംബത്ത് അവർക്ക് വല്ല സ്ഥാനമാനങ്ങളാണെങ്കിൽ കുടുംബക്കാരെ കൊണ്ടുവരില്ലല്ലോ. മാത്രമല്ല ഈ 70 ആൾക്കാരായിട്ട് യുദ്ധത്തിന് ആരെങ്കിലും തയ്യാറാകും? സ്ഥാനമാനങ്ങൾ എത്രപ്പോഴും കൊടുക്കും. യസീദിന് ബയ്യത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവിധ സ്ഥാനമാനവും തരാമെന്നാ പറഞ്ഞത്, എല്ലാ സംരക്ഷണവും തരാമെന്നാ പറഞ്ഞു. പക്ഷേ ആ സ്ഥാനമാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചില്ല രാജാധികാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ്, നമ്മൾ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങളാണ്, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചവരാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് രുചിയുണ്ട് എന്ന്, അത് ആസ്വദിക്കാനും പറ്റുന്നതാണ്. നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ? നമുക്ക് ആസ്വാദനം വരുന്നുണ്ട്. അതായത് അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച ഒരാൾക്ക് വല്ലാത്ത ആനന്ദമായിരിക്കും ജീവിതത്തിൽ, വല്ലാത്ത സുഖമായിരിക്കും. ഈ ജീവിതത്തിൽ മാത്രമല്ല, ഇനി ബർസഖിയായ നമ്മളെ മരണശേഷമുള്ള ഖബറിൻ്റെ ജീവിതമായാലും, ഇനി നമ്മൾ മഹ്ശറയിലുള്ള ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിലായാലും, ഇനി സ്വർഗത്തിൽ പിന്നെ പറയും വേണ്ട, അല്ലേ? മറ്റുള്ള സന്ദർഭങ്ങളിലാണ് പല വിധത്തിലുള്ള ഇതുള്ളത്. എവിടെ ആയാലും ഈ ജീവിതത്തിലായാലും അവന് വല്ലാത്ത മസ്തിലായിരിക്കും, പ്രത്യേക ആനന്ദത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, അത് നമ്മൾക്കും ഉണ്ടാവണ്ടേ? ഇൻഷാ അല്ലാഹ് ഉള്ളവരുണ്ടാവാം. പക്ഷെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹദീസിൽ 3 ഗുണങ്ങൾ പറയുന്നുണ്ട്. ആ 3 ഗുണങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്നുണ്ടാവും, ഈ ആസ്വാദനം, ഈ രുചി ഉണ്ടാവും. അപ്പൊ ഉള്ളവരുണ്ടെങ്കിൽ അതുണ്ടായിരിക്കും. കാരണം അള്ളാഹുവിന്റെ റസൂൽ വെറുതെ പറയില്ല. സ്വഹീഹായ ഹദീസ് മുസ്ലിം ഇമാം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത, മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്ത റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദീസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്ന ഗുണമുള്ളവർക്ക് ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ പറ്റുന്നു. നോക്കാം ഹദീസ് എന്താണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാഖത്തു അമൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. എന്താണ് പറഞ്ഞത്? ദാഖത്തു അമൽ ഈമാൻ, ഈമാനിന്റെ രുചി ആസ്വദിച്ചു. ഈമാനിന്റെ രുചി ആസ്വദിച്ചു മൻ, ഒരുത്തൻ ആസ്വദിച്ചു. ആരാണ്? റളിയ ബില്ലാഹി റബ്ബൻ, അവന്റെ അള്ളാഹുവിനെ, റളിയ ബില്ലാഹ് അള്ളാഹിനെ കൊണ്ട് തൃപ്തിപ്പെട്ടു, റബ്ബൻ പരിപാലകനായി, തൻ്റെ കാര്യകർത്താവായി, തന്നെ പരിപാലിക്കുന്നവനായിട്ട് തൃപ്തിപ്പെട്ടു. റബ്ബായിട്ട് പറഞ്ഞു എന്നല്ല, ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. റബ്ബായിട്ട് പറയലൊന്നുണ്ട്, ഇത് പറയലല്ല, പറഞ്ഞത് മാത്രം പോരാ. അവൻ തൃപ്തിപ്പെട്ടു, തൻ്റെ അള്ളാഹുവിൻ്റെ തൻ്റെ പരിപാലനത്തിൽ തൃപ്തിപ്പെട്ട ഒരാൾ. ഒബിൽ ഇസ്ലാമി ദീനം, ഇസ്ലാമിനെ ദീനായി കൊണ്ട് തൃപ്തിപ്പെട്ടു. ഒബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായിക്കൊണ്ട് തൃപ്തിപ്പെട്ടു. ഇങ്ങനെ ഈ 3 ഗുണങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ രുചി ആസ്വദിച്ചു എന്നാണ് പറഞ്ഞത്.
ആസ്വദിക്കും എന്നുള്ളതല്ല, അതുണ്ടെങ്കിൽ അവൻ ആസ്വദിച്ച് കഴിഞ്ഞു. അപ്പൊ ഈമാനിന് രുചി ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? ഈമാനിന് ഒരു ആനന്ദം ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? ഈമാൻ ഒരു ലഹരി ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? ഈമാൻ ഒരു മസ്ത് ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? ഈമാൻ ഒരു ആസ്വാദനം ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? അത് രുചിക്കണം. വല്ലാത്ത അനുഗ്രഹമാണത്. മനസ്സിലാവണ്ട. ഒരാൾ കമാൻഡ് ചെയ്തു, ഉസ്താദ് ഈ കള്ള് എന്ന് പറയണ്ട, തൗഹീദിന്റെ കള്ള് എന്ന് പറയണ്ട, കാരണം അത് ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും ചിന്ത വരും. നല്ല ഇതില്ല, നല്ല ഒരു നമ്മളെ ഒരു ഉപദേശമാണ് ഉപദേശിച്ചിട്ടോ, അതൊക്കെ നല്ലത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് പക്ഷെ നമ്മൾ കള്ളിന്ന് ഇതൊരു വല്ലാത്തൊരു ലഹരി ഉണ്ടാക്കുന്ന അടിസ്ഥാനത്തിലാണ് കള്ള് എന്ന് പറയുന്നത്, വേറൊന്നുമല്ല. മനസ്സിലാവണം. ഇത് ശരിക്കും ഒരു മസ്താണ്. ഷറാബെ വഹദത്ത്. നമ്മുടെ മലബാരികൾക്ക് അതിനെ പരിചയമില്ല, അങ്ങനത്തെ വാക്ക് ഉപയോഗിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മലയാളികളെ ആളുകൾക്ക് മുമ്പ് പറയുന്ന കാര്യമുണ്ട്, ആളുകൾ തെറ്റിദ്ധരിക്കും ഇത് കള്ള് എന്നൊക്കെ പറയണ് എന്നൊക്കെ. പക്ഷെ പൊതുവെ ഉത്തരേന്ത്യയിലും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ആ പ്രയോഗം ഉണ്ട്. മനസ്സിലാവുന്നു. ഷറാബെ വഹദത്ത്, മനസ്സിലാവുണ്ട. ഷറാബെ മഅരിഫത്ത്, ഷറാബെ തൗഹീദ്, ഇത് മനസ്സിലാവുണ്ട. ഷറാബെ ഹുബ്ബെ മുഹമ്മദി, ഇഷ്കെ മുഹമ്മദി പറയും. അത് ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഒരു ആസ്വാദനം. അത് അവന് ദരിദ്രനായാലും അവൻ പണക്കാരനായാലും അവൻ രോഗം ഉണ്ടെങ്കിലും ഇനി രോഗമില്ലെങ്കിലും അവനും അവൻ്റെ കുടുംബത്തിൽ ബലാഹകൾ ഇറങ്ങിയാലും പ്രയാസങ്ങൾ വന്നാലും ഓനൊരു മസ്തിലെ ഓന് വല്ലാത്ത അള്ളാഹിനെ കൊണ്ടും റസൂലിനെ കൊണ്ടുള്ളൊരു സന്തോഷം. ഞാനൊരു അള്ളാഹുനാണ് എന്നുള്ളൊരു സന്തോഷം. ഞാനൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ എനിക്ക് നബിയായി കിട്ടിയല്ലോ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ എനിക്ക് റസൂലായി കിട്ടിയല്ലോ, ഞാൻ മുത്തുനബിയുടെ ഉമ്മത്തിയിലായല്ലോ, മുത്തുനബിനെ കൊണ്ട് ഇന്നതൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം എപ്പോഴും എനിക്ക്. അത് കഴിഞ്ഞിട്ട് അള്ളാഹിനെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ റസൂലിനെ ഓർക്കുമ്പോൾ അവൻ്റെ ഹൃദയം പിടപെടക്കാൻ തുടങ്ങും. ഒരു ഒജിലത്ത് വരും. ഒജിലത്ത് കുലൂബുഹും എന്ന് പറഞ്ഞ ആ ഒരു പ്രത്യേക ഇത് അവനക്ക് എല്ലാ വിഷവും മാറും. സഹാബാക്കൾക്ക് വിശന്ന് കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന റസൂലുള്ളാഹിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ സഹാബത്തിന് വിശപ്പ് മാറിയതാണ്. റസൂലുള്ളാഹിന്റെ മുഖം കാണാൻ അവർക്ക് വല്ലാത്ത ആനന്ദമായിരുന്നു എന്നാണ്. മനസ്സിലാവില്ല. അത് റസൂലുള്ളാഹിനെ അറിയണതിനനുസരിച്ച് ആനന്ദം കൂടുക. റസൂലിനെ അറിയുന്നതനുസരിച്ച് ആനന്ദം കൂടും. അള്ളാഹിനെ അറിഞ്ഞതിനനുസരിച്ചിട്ട് ആനന്ദം കൂടും. അപ്പോഴേ തൃപ്തിയൊക്കെ വരുള്ളൂ. നേരത്തെ പറഞ്ഞ തൃപ്തിയൊക്കെ വരുള്ളൂ. ഇസ്ലാമിന്റെ മഹത്വം അറിയുന്നതിനനുസരിച്ച് അതിൽ തൃപ്തി ഉണ്ടാവും. അല്ല ഞാൻ മുസ്ലിമായത് കുടുങ്ങിപ്പോലോ എന്നുള്ള നിലക്ക് ഞാൻ മുസ്ലിമായതിന്റെ പേരിൽ പലയിടത്തും പീഡനങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഇതിൽ പെട്ടുപോയല്ലോ എന്ന് അറിയുമ്പോൾ ഉള്ള അതിൽ പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങളിൽ. എന്തുകൊണ്ടാണ്? അത് ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലായില്ല, ഈമാന്റെ മഹത്വം മനസ്സിലായില്ല. അതാണ്. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഈ ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രയാസം അല്ല. പലർക്കും പല പ്രയാസങ്ങളിലും വേദനയിലും വിഷമത്തിലായിട്ട് ഇങ്ങനെ ജീവിതം തള്ളി നീക്കി അങ്ങനെ മരിച്ചു പോകുന്ന ആളുകളുണ്ട് അല്ലേ. അവരോട് പറയാനുള്ളത് വളരെയധികം സിമ്പിളായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതം വളരെ നിങ്ങൾക്ക് അതൊന്നും ഇല്ലാതിരിക്കില്ല. ഏതൊരാൾക്കും ഇവിടെ ഒന്നില്ലെങ്കിൽ ഒന്നായിട്ട് പ്രയാസങ്ങൾ ഈ ദുനിയാവിൽ വരും. കാരണം ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആ വിധത്തിലുള്ള ഒരു പൊട്ടിപ്പൊളിഞ്ഞ ലോകമാണുള്ളത്, സ്വർഗ്ഗലോകം എന്നല്ലോ. അതുകൊണ്ടാണ് ഇതൊരു പരീക്ഷണ ലോകമാണെന്ന് പറയുന്നത്. പരീക്ഷണ ലോകം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത് ആർക്കുണ്ടാവും. പക്ഷെ അത് മറികടക്കാനുള്ള അവസ്ഥ നമ്മളിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരു നഫഖ്തു ബി റൂഹി എന്നല്ല പറഞ്ഞില്ലേ. എന്താ മനസ്സിലാകണ്ട, എൻ്റെ ആത്മാവിനെ എന്താ നഫഖ്തു എൻ്റെ ആത്മാവിൽ നിന്ന് ഊതി എന്ന് പറഞ്ഞില്ലേ. ആത്മാവ് വല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ആത്മാവാണ് റൂഹ ഇൻസാനി. അത് മൃഗങ്ങൾക്ക് പോലും ഇല്ല, പറവകൾക്കില്ല. അങ്ങനത്തെ ആത്മാവാണ് നമുക്ക് മനുഷ്യർക്ക് തന്നിട്ടുള്ളത്. നമ്മൾക്ക് സ്നേഹിക്കാനും പ്രേമിക്കാനും അല്ലെ, നമുക്ക് ആലോചിച്ചിരിക്കാനൊക്കെ പറ്റുമല്ലോ. അതൊന്നും മൃഗങ്ങൾക്ക് ഇല്ലല്ലോ. നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തിട്ടുള്ള അല്ലാഹു തആല. അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്വാദനം ഉണ്ട്, പക്ഷെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കണം. ഇങ്ങനെ ഈ ദുനിയാവിൽ തന്നെ ആസ്വദിച്ച് ജീവിക്കാൻ തന്നെയാണ് അത് നമ്മളെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അതിനാണ് പ്രവാചകനെ അയച്ചത്. ഈ പ്രയാസങ്ങളിൽ പോലും ആസ്വാദനം കണ്ടെത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? മുൻഗാമികൾ അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് ഉറച്ചു നിന്ന അവരെ തീയിലിട്ടപ്പോൾ തീയിലും അവരെ ആസ്വാദനം കണ്ടെത്തിയത്. ആ ഉന്നതമായ ഈമാനല്ലത്. അത് മലക്കുകൾക്ക് നിന്നിട്ട് അള്ളാഹു തആല കാണിച്ചു കൊടുക്കുന്ന നമ്മളെ ഇത് കണ്ട് നിങ്ങളെല്ലാം ഇവരെ പറഞ്ഞേക്കണ്ടെന്ന് ഇവരെ സൃഷ്ടിക്കാൻ നേരത്ത് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ എന്നുള്ള നിലക്ക് കാണിച്ചു കൊടുക്കുന്ന നമ്മളെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ. പക്ഷെ ആദ്യം ഈ സാധനം ഉണ്ടാവണം. ഈമാനിന് രുചിയുണ്ട്, ഇത് ആദ്യം മനസ്സിലാവണം. ആ രുചി ആസ്വദിക്കണമെങ്കിൽ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടണം. തന്നെ പരിപാലകനെ അള്ളാഹിനെ തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞാല് അവന് എന്ത് ചെയ്താലും തൃപ്തിയാണ് എന്നുള്ളടത്ത് എത്തണം എന്നാണ് പറയുന്നത്. പരിപാലനത്തില് നമ്മളല്ല പരിപാലിക്കുമ്പോൾ നമ്മൾക്ക് അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള
നമ്മളെ കേടുകൊണ്ടും അല്ലാതെ കണ്ട അള്ളാന്റെ ഭാഗത്തു നിന്നായിക്കൊണ്ടും ഒക്കെ എന്തുണ്ടാവാം, പരീക്ഷണങ്ങൾ വരും. ആ സന്ദർഭത്തിൽ തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞാൽ തൃപ്തിയാവുമ്പോൾ മനസ്സിൽ സന്തോഷം കാണും, മുഖത്തിന് സന്തോഷം കാണൂല. ആ സന്തോഷം എപ്പോഴും നിലയ്ക്ക് നമുക്ക് പറ്റുന്നുണ്ടാവും. ഔലിയാക്കൾക്ക് ആഖിറത്തിന്റെ കാര്യം ആലോചിച്ചിട്ട് വിഷമമുണ്ടായിരുന്നത്. ദുനിയാവിന്റെ അവിടുത്തെ പരീക്ഷണത്തിൽ അവരെ മുഖം എപ്പോഴും പ്രസന്നരായിരുന്നു, മുഖപ്രസന്നത ഉള്ളവരായിരുന്നു അവർ. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു സന്തോഷം അവർക്ക് എപ്പോഴും ഉണ്ടാവും. കാരണം അള്ള ഉണ്ട് എന്നുള്ളത്. എന്നാൽ അവർ ചിലപ്പോൾ ദരിദ്രത്തിലായിരിക്കും, ചിലപ്പോൾ അസുഖത്തിലായിരിക്കും, ചില വേദനകളിലായിരിക്കും. എന്നാലും അവരുടെ മുഖപ്രസന്നത എന്തുകൊണ്ടാണത്? എനിക്ക് ആ അള്ളാനെ സംബന്ധിച്ച് അറിഞ്ഞ ആ ഒരു ഇത് മനസ്സിലാവുക. അൽഹംദുലില്ലാ, അള്ളാഹുവിൽ നിന്ന് വരുന്ന ഓരോന്നിലും ഓർക്ക് തൃപ്തിയാവും എന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും എന്നർത്ഥം. സന്തോഷത്തിന്റെ അപ്പുറം തൃപ്തി. അങ്ങനെ ആവണം എന്നാണ്. അങ്ങനെ നിങ്ങൾ ആവണുണ്ടോ? അപ്പൊ അതിനെന്ത് വേണം? അള്ളാഹനെ ആ വിധത്തിൽ അള്ളാഹനെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെടുത്ത് നിന്ന് പലതും വരുമ്പോൾ അള്ളാഹനെ അറിയും വേണം. അള്ളാഹനെ സംബന്ധിച്ച് ശരിയായി അറിയാത്ത ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റൂല. ശരിയായ അറിയുന്ന ആളുകൾ വെറും കൽപ്പനകളും വിരോധനകളും ശിക്ഷാ നടപടികളും മാത്രം അറിഞ്ഞുകൊണ്ട് പോണ ആളുകൾക്കൊന്നും അള്ളാഹനെ സ്നേഹിക്കാൻ പറ്റൂല. അള്ളാഹു താലാന്റെ റുബൂബിയത്തിനെയും അള്ളാഹു താലാന്റെ റഹ്മാനിയത്തിനെയും റഹീമിയത്തിനെയും സമദാനീയത്തിനെയും സമദീയത്തിനെയും അഹദീയത്തിനും ഒക്കെ അറിയാൻ പറ്റണം. അറിയാൻ പരിശ്രമിച്ച് അറിഞ്ഞു കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ അള്ളാഹ് ശരിയാ അറിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത സ്നേഹമായിരിക്കും, വല്ലാത്ത സന്തോഷമായിരിക്കും ജീവിതത്തിൽ. അവനക്ക് പിന്നെ മറ്റൊരു ഇത് വരില്ല, അവർക്ക് വിഷമിക്കുന്നൊരു ഇത് വരില്ല. അറിയാൻ പരിശ്രമിക്കും. ഒന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്നേഹം വരാൻ തുടങ്ങും. അള്ളാഹു ആരാണെന്ന് യഥാർത്ഥ നിലക്ക് അള്ളാഹിനെ സംബന്ധിച്ചറിഞ്ഞാൽ അള്ളാഹിനോടുള്ള സ്നേഹം വരാൻ തുടങ്ങും. മനസ്സിലാവണ്ട? ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവന് ജീവിത ആസ്വാദനാവുമെന്ന് മാത്രമല്ല പാപങ്ങളോടുള്ള ഒരു ഇതൊന്നും തോന്നൂല അവനക്ക്. അള്ളാഹു ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യൂല. മനസ്സിലാവണ്ട? മക്കത്തെ മദീനയിലൊക്കെ കള്ള് നിഷേധിച്ചു, ഹറാമാക്കിയല്ലോ. ആ കള്ള് ഹറാമാക്കിനോടത്ത് കള്ള് ആക്കിയിരിക്കുന്നു, അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവും, മറ്റേ നരകത്തിൽ ശിക്ഷിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആയത്തിൽ. ദുനിയാവിൽ ഉണ്ടാവുന്ന നിങ്ങൾക്ക് ഉപദ്രവത്തിനേക്കാളും നിങ്ങളുടെ ഉപകാരത്തിനേക്കാൾ അത് ഉപദ്രവമാണ് ഉണ്ടാക്കുക, പ്രയാസം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് സഹാബാക്കൾക്ക് ഇന്ന് കള്ളിനെ ഇതിനൊക്കെ നിരോധിച്ചിരിക്കുന്നു, അതിന് ചെയ്യാൻ പാടില്ല, നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് കേട്ട ഉടനെ വായയിലുള്ള കള്ള അവിടെ തുപ്പിക്കളയാണ്. അങ്ങനെ ഇല്ല. പിന്നെ അതിന്റെ അപ്പുറം ഒന്നും ഇല്ല അവർക്ക്. കാരണം എന്താ? അവർക്ക് അതിന്റെ മുന്നേ അള്ളാഹിന്റെ റസൂല് അള്ളാഹിനെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ച് അറിഞ്ഞപ്പോൾ അവർക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറം ഇല്ല അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു കള്ള് എന്ന് പറയാം. ഓരോ വീടുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആ കള്ള് അവർ ആസ്വദിച്ചിരുന്ന ബാഹ്യമായ ആസ്വാദനം നിർത്തിവെച്ചു. കാരണം എന്താ? ആന്തരികമായിട്ട് അതിനെക്കാട് വലുതിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണവര് അള്ളാഹു സുബ്ഹാനഹു വതആലാനെ എൻ്റെ ആ ഒരു രസത്തിലാണ് അവർ. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വേണ്ട എന്നുള്ളതാണ്. മനസ്സിലാവുന്ന? അപ്പൊ അതാണ് കേട്ടോ. പിന്നെ കൂടുതൽ വിശദീകരിക്കണില്ല. അപ്പൊ ഏതായാലും അപ്പൊ അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് എന്ത് വന്നാലും തൃപ്തിപ്പെടുന്ന അവസ്ഥ വരും. പിന്നെ എന്താണ്? ഒബിൽ ഇസ്ലാമി ദീൻ, ഇസ്ലാമിനെ ദീനായിട്ട് തൃപ്തിപ്പെടണം. മനസ്സിലാവണ്ട? ഞാൻ മുസ്ലിമാണ് എന്നതിൽ അവനക്ക് വല്ലാത്ത അഭിമാനം ഉണ്ടാവണം. ഇസ്ലാമിന്റെ ഏത് നിയമങ്ങളിലും അവർക്ക് തൃപ്തിയായിരിക്കും. അവർക്ക് വേറെ ഒന്നുമില്ല. ഇസ്ലാമിന്റെ നിയമം അത് അള്ളാഹിന്റെ മാർഗത്തിൽ ദീന് പണം ചെലവാക്കണം എന്ന് പറഞ്ഞാൽ അവനക്ക് അതെന്തോ അങ്ങനെ തോന്നൂല. അള്ളാഹിന്റെ റസൂലിന് വേണ്ടി സന്തോഷം എല്ലാം ബലിയർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവനക്ക് വിഷയമില്ല. അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് സമയം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവനക്ക് വിഷയമല്ല. അള്ളാഹിന്റെ ദീനിന് വേണ്ടി ജീവൻ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനക്ക് അതൊക്കെ വല്ലാത്ത ഇഷ്ടമായിരിക്കും. അപ്പൊ ഇസ്ലാമിന്റെ നിയമങ്ങളാണ് അതൊക്കെ. അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് ജീവത്യാഗം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗം കിട്ടുന്നു, അവൻ അള്ളാഹിന്റെ അടുത്ത് ഉന്നത പദവി കിട്ടുന്നു, ഷുഹദാഇന്റെ മഖാം ഉന്നതമാണെന്ന് അള്ളാഹിന്റെ നിയമങ്ങളാണ്. അതിലൊക്കെ എനിക്ക് തൃപ്തിയായിരിക്കും. അള്ളാഹു എന്ത് പറഞ്ഞു? ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങൾക്കും അവന് വിധേയനാവും. അവർ തൃപ്തിയോട് കൂടി ഒരു പ്രയാസമായിട്ടില്ല. എന്താ ചെയ്യുക, പള്ളായിച്ചിന ചില പരിപാടിയാണല്ലോ, നോമ്പുവെക്കല്, അങ്ങനൊന്നും ഉണ്ടാവില്ല. അവൻ അങ്ങനെ ബലിയാവും. അതാണ് ബലിയാവും. തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമുക്കുണ്ടോ നോക്കണം. നമ്മൾ പറയാൻ സുഖമായ പിന്നെ ഇസ്ലാം നമ്മൾ സന്തോഷമില്ലേ മുസ്ലിമായി. പക്ഷെ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രയാസം വരുന്ന, ജീവിതത്തിൽ പ്രയാസം വരുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോഴും തൃപ്തിയോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെയും ആ നിയമമാണ്, ആ ശരീഅത്തിന്റെ നിയമങ്ങൾ, അതും കണ്ട് വരുമ്പോൾ അള്ളാഹും റസൂലിനും ആ നിയമങ്ങളെല്ലാം എനിക്ക് തൃപ്തിയാണ് എന്നുള്ളവർക്ക് എത്തുന്നുണ്ടോ? ശരീഅത്ത് എന്തെല്ലാം കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ അത് തൃപ്തിയോട് കൂടി ആ വിരോധനത്തിൽ മാറാൻ പറ്റുന്നുണ്ടോ?
ശരീഅത്ത് ഇസ്ലാമിന്റെ നിയമം ഏതെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ സന്തോഷത്തോടു കൂടി എടുക്കാൻ പറ്റുന്നുണ്ടോ, അപ്പൊ നിങ്ങൾ ഇസ്ലാമിനെ കൊണ്ട് തൃപ്തിപ്പെട്ടു, അപ്പം രുചി ഉണ്ടാവും. ആ അവസ്ഥ എത്തണം. പിന്നെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി കൊണ്ട് തൃപ്തിപ്പെടണം. എന്റെ മുത്തുനബി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം ഒന്നുമില്ല. അത് അള്ളാഹിന്റെ റസൂലാണ്, അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണ് എന്നാണ് അവന്റെ വിശ്വാസത്തിന്റെ ആദ്യം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന് മറ്റൊരു എതിർപക്ഷി ഒരു യുക്തിവാദി അതിനെതിരായിട്ട് അത് ശരിയല്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടെന്ന് പറഞ്ഞാലൊന്നും ഓനക്ക് പിന്നെ അതിന്റെ അപ്പുറം നോക്കേണ്ട കാര്യമില്ല. കാരണം ഓനക്ക് വിശ്വാസം ഇത് അള്ളാഹിന്റെ റസൂലാണ്, അള്ളാഹ് പറയാതെ ചെയ്യൂല എന്നാണ് അവന്റെ യഖീൻ. അള്ളാഹിന്റെ തൃപ്തിയില്ലാത്ത ഒന്ന് റസൂലുള്ള സ്വന്തമായിട്ട് ഒന്നും പ്രവർത്തിക്കൂല, ഒന്ന് പറയൂല, മനസ്സിലാവുണ്ട, ഒന്ന് ഉപദേശിക്കൂല, ഒന്ന് വിരോധിക്കൂല. അള്ളാഹു താലയുടെ താല്പര്യം എന്താണോ അള്ളാഹ് എന്താ അതേ പറയുള്ളൂ അള്ളാഹിന്റെ റസൂൽ. അപ്പൊ അള്ളാഹിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ശരി, ഇജ്ജ് പറഞ്ഞത് തെറ്റാ. അള്ളാഹിന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി, നീ പറഞ്ഞത് തെറ്റാ, എന്റെ ബുദ്ധി പറയണത് തെറ്റാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ബുദ്ധിയാണ് യഥാർത്ഥ ബുദ്ധി, എന്റെ ബുദ്ധിയല്ല. അള്ളാഹിന്റെ റസൂൽ ബുദ്ധിക്ക് മുന്നിൽ തന്റെ ബുദ്ധിയെ പടയം വെക്കും. അള്ളാഹിന്റെ റസൂൽ ഇഷ്ടത്തിന്റെ മുന്നിൽ എല്ലാം പടയം വെക്കും. അപ്പോ അവൻ അള്ളാഹിന്റെ റസൂലിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റൊക്കെ വിശ്വസിച്ചു. മനസ്സിലാക്കണം, ഈമാൻ ഒന്നുണ്ട്, തൃപ്തി ഒന്നുണ്ട്. ഈമാന്റെ ഉന്നതമായ അവസ്ഥയാണ് തൃപ്തി. ഈ തൃപ്തിപ്പെട്ട അവസ്ഥ എത്തിയാലാണ് എന്തുണ്ടാവുള്ളൂ, രുചി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ രുചി ആസ്വദിക്കാതെ എനിക്കും നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതിന് ഇതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ട് ഒന്നും കൂടി വിശാലമായിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂലിനെ സംബന്ധിച്ചും ദീനെ സംബന്ധിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഉള്ള പഠനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, തൃപ്തിപ്പെടാൻ പറ്റൂല, ഇനിയും പഠിക്കണം. അങ്ങനെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ, ദീനിന്റെ മഹത്വം മനസ്സിലാകുമ്പോൾ അതായിരിക്കും തൃപ്തി. അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നെ അള്ളാഹ് മുസ്ലിമാക്കിയല്ലോ എന്നുള്ള ഒരു ബോധം, അത് അവനക്ക് വല്ലാത്ത ലഹരിയായി മാറും. അതല്ലേ അവരെ കൈകാലുകൾ, സഹാബാകളെ കൈകാലുകൾ മുറിക്കപ്പെടുമ്പോഴും എന്റെ കൈകാലുകൾ മുറിക്കപ്പെട്ടാലും ശരി എന്നെ അള്ളാഹ് മുസ്ലിമാക്കിയല്ലോ അൽഹംദുലില്ലാഹ് എന്ന് പാടാൻ പറ്റിയത് അവർക്ക് ഉണ്ടായിരുന്നു സഹാബാക്കൾക്ക്. അതുകൊണ്ടല്ല സഹാബാക്കൾ അത് എന്താ ദീനിന് വേണ്ടിയിട്ട് ആ യുദ്ധത്തിന്റെ രംഗത്തൊക്കെ ഷഹീദാവാൻ ആഗ്രഹിച്ചത്. അവർ യുദ്ധം വിജയിക്കുന്നതിനേക്കാൾ ആഗ്രഹിച്ചത് തൻ്റെ അള്ളാഹിന്റെ മാർഗത്തിൽ എന്താണ്, തന്റെ ജീവൻ ബലിയർപ്പിക്കാൻ. മഹാനായ ഹുസൈൻ റളിയല്ലാഹു കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു, അപ്പോൾ മുഹറം മാസത്തിലാണ് ഹുസൈൻ റളിയല്ലാഹു ഷഹാദത്ത് നടന്നത്. ഹുസൈൻ റളിയല്ലാഹു ഇതിന്റെ പൂർണ്ണമായ മിസ്താഖ്, ഈ ഹദീസിന്റെ പൂർണ്ണ മിസ്താഖ്, അവർ ഈമാൻ ആസ്വദിച്ചവരായിരുന്നു. മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികൾ ഹസൻ റളിയല്ലാഹു, ഹുസൈൻ റളിയല്ലാഹു ദീനിന് വേണ്ടിയിട്ട് അങ്ങനെ ബലിയായി. അവർ 40 വയസ്സാകുമ്പോഴത്തേന് ഷഹാദത്ത് സംഭവിച്ചു, അല്ലെ? 40 50 വയസ്സാകുമ്പോഴത്തേന് ഷഹാദത്ത് സംഭവിച്ചു. അവർക്ക് രക്ഷപ്പെടാനെല്ലാം മാർഗമുണ്ട്. അവര് യസീദിന്റെ കൈക്ക് ദുർഭരണം നടത്തിയിരുന്ന, ജനങ്ങളെ പ്രയാസപ്പെടുത്തിയിരുന്ന യസീദിന്റെ ഭരണത്തിന് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൈ കൊടുത്താണെങ്കിൽ ഹുസൈൻ റളിയല്ലാഹുവിനെ വളരെ ആദരവ് മാത്രമല്ല എല്ലാവിധമായ ഇതും കൊടുത്തുകൊണ്ട് വിടയിരുന്നു. പക്ഷെ അള്ളാഹുവിനും റസൂലിനും എതിരെയുള്ള ഒരു കാര്യത്തിന് ഉടമ്പടി ചെയ്യാൻ അവർ തയ്യാറായില്ല. അപ്പൊ ദീനിന് വേണ്ടിയിട്ട് അവർ ബലിയായി. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ ദീന് ശരിയായ നിലക്കെത്തി. ഒരു വിഭാഗം പിന്നീട് ഹുസൈൻ റളിയല്ലാഹു ഷഹാദത്തിൽ, അവരെ വീരമൃത്യു വരിച്ചതിൽ, രക്തസാക്ഷിത്വത്തിൽ അവർക്ക് മറ്റൊരു വിഭാഗം തന്നെ ഉണ്ടായിട്ട് എന്ത് ചെയ്തു, ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഷഹാദത്തിന് ശേഷം ഈ അക്രമിയായ ഭരണാധികാരി അവിടെ നിന്ന് തുരത്തി ഓടിച്ചു. അവരുടെ ഭരണങ്ങളെല്ലാം മാറി. അങ്ങനെ ശരിയായൊരു ഭരണം വന്നു, ശരിയായ ദീന് നമ്മുടെ കയ്യിൽ വന്നു. അതല്ല എങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അന്ന് അവർ കൈ കൊടുത്ത് അവരെ കൂടാണെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ദീനിന്റെ ഈ മഹത്തമായ ഇൽമോ ഇതിന്റെ ഇതോ ഒന്നും നമ്മളെടുത്ത് എത്തൂല. കാരണം അവർ ദുനിയാവിനെ പ്രത്യേകമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടും ഈ ഭൗതിക ജീവിതത്തിനെ അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടും ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. അപ്പൊ അവര് ദീനിന്റെ കാര്യങ്ങളും മഹത്വങ്ങളും ഒക്കെ ഇല്ലാതാക്കുകയും അഹ്ലുബൈത്തിനുള്ള മഹത്വം ഇല്ലാതാക്കുകയും ദീനിന്റെ പ്രധാനപ്പെട്ടുള്ള ഈമാനികമായ ചൈതന്യങ്ങളൊക്കെ ഇല്ലാതാക്കുകയും അങ്ങനെ ദീനിനെ ദുനിയാവ് കൊണ്ട് അവരെന്ത് ചെയ്യും, മറക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഇന്ന് നമുക്ക് ശരിയായ ദീന് കിട്ടില്ലായിരുന്നു. നമ്മൾ പറഞ്ഞതല്ല, മഹാനായ നമ്മുടെ ഷെയ്ഖായ ചിശ്തി തുരീഖത്തിലെ നമ്മുടെ ഷെയ്ഖായ ഷെയ്ഖുന ഖാജ മുഈനുദ്ദീൻ ഹസൻ സഞ്ചർ ചിശ്തിലെ അജ്മീർ റളിയല്ലാഹു പറഞ്ഞതാണ്. അജ്മീർ ഖാജ റളിയല്ലാഹു പ്രത്യേകമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ട്, പേർഷ്യൻ ഭാഷയിലുള്ള, പേർഷ്യൻ ഭാഷയിലുള്ള. എന്താണ് അജ്മീർ ഖാജ റളിയല്ലാഹു ഹുസൈൻ റളിയല്ലാഹു ഷഹാദത്തിനെ സംബന്ധിച്ച് പറയുകയാണ്. ഷാ അസ്തു ഹുസൈൻ, ബാദ്ഷാഹ് അസ്തു ഹുസൈൻ, ദീൻ അസ്തു ഹുസൈൻ, ദീൻ പന അസ്തു ഹുസൈൻ.
സർദാദ് നദാദ് ദസ്ത് ദർദസ്തേ സീദ് ഹഖാക ബിനാ ലാ ഇലാ അസ്തു ഹുസൈൻ. ഇതാണ് ഖാജ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഷാ അസ്തു ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയായ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, നമ്മുടെ നേതാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഷാ അസ്തു ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു രാജാവാണ്. ബാദ്ഷാ അസ്തു ഹുസൈൻ, രാജാക്കന്മാരുടെയും രാജാവാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയാണ് ദീൻ അസ്തു ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ദീനാണ്. ദീൻ പനാ അസ്തു ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു മതത്തിന്റെ അഭയകേന്ദ്രമാണ്, ദീനിന്റെ അഭയകേന്ദ്രമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. സെർദാദ് തല കൊടുത്തു, സെർദാദ് നദാദ് ദസ്ത്, നദാദ് ദസ്ത് കൈ കൊടുത്തില്ല. ദർദസ്ത് യസീദ്, യസീദിന്റെ കൈക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൈ കൊടുത്തില്ല, പക്ഷേ തല കൊടുത്തു, ജീവൻ കൊടുത്തു. ഹഖാക ബിനാ ലാ ഇലാ അസ്തു ഹുസൈൻ, ഏത് പ്രകാരം ഹുസൈൻ റളിയല്ലാഹു അൻഹു സത്യം പറഞ്ഞാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനമാണ് എന്ന് മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു. അപ്പൊ കർബലയിലെ ഷഹാദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ദീന് കിട്ടിയതുകൊണ്ട്, അവർ ദീനിന് വേണ്ടിയിട്ടാണ് ഷഹീദായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു, അല്ലാതെ ഭരണം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന എത്രയോ മോമിനീങ്ങളായ ആളുകൾ, മോമിനത്തുകളായ ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിരന്തരം പറഞ്ഞിട്ടും കത്തെഴുതിയിട്ടും യസീദിന്റെ ഭരണം കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു, ഞങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്നു, അങ്ങനെ പറഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു വളരെ സൂക്ഷിച്ചോടെ നിന്നു. അങ്ങനെ വീണ്ടും അവരിൽ അവസാനം ഒരു കത്ത് വന്നു. എന്താണ്? ഇനി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ട് യസീദിന്റെ ദുർഭരണത്തിൽ നിന്നും ഞങ്ങൾ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ബയ്യത്ത് തരാം. അവനോട് നിങ്ങൾ ഇതുവരെ ബയ്യത്ത് ചെയ്തിട്ടില്ല. ബയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി, ചില ആൾക്ക് ഒരു ഭരണാധികാരിക്ക് എന്താ പറയുക, അതിന് എതിർ പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷെ ഭരണാധികാരിയായിട്ട് സ്വീകരിച്ചിട്ടില്ലല്ലോ. ഭരണാധികാരിയായിട്ട് സ്വീകരിച്ചവരെ എതിർ പ്രവർത്തിക്കാൻ പാടില്ല, അതിന് സ്വീകരിക്കാനേ നിന്നിട്ടില്ല. അപ്പോഴല്ലേ ഭരണാധികാരിയായിട്ട് ഏറ്റെടുത്തില്ലല്ലേ, അതിനെ ഏറ്റെടുത്തിട്ടില്ല. എത്രയോ ആളുകൾ ആ യസീദിന് ബയ്യത്ത് ചെയ്ത് കൊടുക്കാതെ, യസീദ് ഏൽപ്പിച്ച് ഗവർണർക്കും ബയ്യത്തൊന്നും ചെയ്യാതെ, കരാറ് അവരെ നേതൃത്വത്തിനുള്ള ഭരണാധികാരത്തിനുള്ള ബയ്യത്ത് ചെയ്ത് കൊടുക്കാതെ, അവർക്ക് അവർ കൈ കൊടുക്കാതെ അവർ മാറി നിന്നു. ഹുസൈൻ റളിയല്ലാഹു കൈ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും? ഹുസൈൻ റളിയല്ലാഹുവിനെ ഞങ്ങളെ ഭരണാധികാരിയായിട്ട്, ഞങ്ങളെ നേതാവായിക്കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ള നിലക്ക് അവർ ഇരുന്നു. അങ്ങനെ അവസാനം അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ യസീദിന്റെ ഇതിലേക്ക് തന്നെ നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ, യസീദിന്റെ ഭരണത്തിന് ബയ്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾ ഇയാളുടെ അക്രമത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ, നിങ്ങളെ ഉപ്പാപ്പയുടെ മുന്നിൽ ഞങ്ങൾ നിങ്ങളെ പറ്റി സംബന്ധിച്ച് പരാതി പറയുന്നു. ഈ സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണത്? തൻ്റെ സ്വന്തം കുടുംബക്കാരെ കൂട്ടിയിട്ട് 70 ആളുകളെയും കൂട്ടിയിട്ട് എന്തിനു പോണത്? ആ ബയ്യത്ത് ഏറ്റെടുക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയാം, ബയ്യത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തര ഫലമൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. യുദ്ധത്തിനല്ല പോയത്, ചിലപ്പോൾ യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് ആരെങ്കിലും കൂട്ടുകുടുംബാതെയായിട്ടാണ് പോവുക. യുദ്ധത്തിന് പോകണമെങ്കിൽ അതിനുള്ള ആളുകളൊക്കെ കൂട്ടിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയിലെ മദീനത്താണ് ഉള്ളത്. അവര് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾ വരും? ഒരു കുടുംബക്കാരെ കൂട്ടി പോവോ? സ്ത്രീകളെയും മക്കളെയും കൂട്ടി പോവോ? ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നല്ലോ, പ്രസവിച്ച കുട്ടി വരെ ഉണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു. എൻ്റെ ചെറിയ കുട്ടി വരെ ഉണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു, പ്രസവിച്ച് മുലപ്പാൽ കുടിക്കുന്ന കുട്ടി വരെയുണ്ട്. അതിൻ്റെ ആരെങ്കിലും യുദ്ധത്തിന് പോകാം? ബുദ്ധിയില്ലേ? ചിന്തിക്കുക. യുദ്ധത്തിനല്ലല്ലോ അപ്പോൾ പോയത്. മറിച്ചെന്താണ്? ഇവർക്ക് ബയ്യത്ത് ചെയ്ത് കൊടുത്ത് അവർക്ക് ഇസ്ലാമിന്റെ പാന്താവിലേക്ക് അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കൂട്ടം ആ ഭാഗത്തുള്ള ആളുകൾ ബയ്യത്ത് ചെയ്യുന്ന, അവിടെയെങ്കിലും യസീദിന്റെ ഭരണമില്ലാതെ യഥാർത്ഥ ഇസ്ലാം അവിടെ സമർപ്പിക്കാൻ പറ്റും. ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ദീൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനാണ് പോയത് ഹുസൈൻ റളിയല്ലാഹു അൻഹു. മനസ്സിലാവുന്നുണ്ട്? പക്ഷെ അവരെന്ത് ചെയ്തു? അവരെ യസീദിന്റെ ആളുകൾ ഭീഷണിപ്പെടുത്തി, ഇബ്നു സിയാദും കൂട്ടും ഭീഷണിപ്പെടുത്തി എല്ലാവരും കൊന്നുകളയും, പലരെയും കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിന് മുന്നേ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു സഫീറിനെ വിട്ടിരുന്നു, ദൂതനെ വിട്ടിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു, അവർക്ക് അഭയം കൊടുത്തവരെ വരെ അവരെന്ത് ചെയ്തു? ശിക്ഷിച്ചു കളഞ്ഞു, അവര് കൊല്ലാകൊല ചെയ്തു. അങ്ങനെ വല്ലാത്ത ഭീഷണി വന്നപ്പോൾ അവർ പേടിച്ചുകൊണ്ട് മാറി നിന്നു, അവരുടെ കൂട്ടത്തിൽ കൂടി. മനസ്സിലാവും? അതുണ്ടായത്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിട്ടും അവരൊക്കെ ഇല്ല, ഞങ്ങളില്ല, ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ കൂടി എന്ന് പറഞ്ഞ ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചു
വരാൻ തയ്യാറായി, യുദ്ധത്തിന് അപ്പോഴും തയ്യാറായിട്ടില്ല, തിരിച്ചു വരാൻ തയ്യാറായി. പക്ഷെ എന്തില്ല, എങ്ങനെ വന്നാലും വീണ്ടും അവിടെ തന്നെ വരും. യസീദ് സമ്മതിക്കൂല, തിരിച്ചു വരാൻ. യസീദിന്റെ അബിന് സിയാദും കൂട്ടം അപ്പോഴത്തേന് എത്തി. ഹുസൈൻ റളിയല്ലാഹു അന്നേക്കന്ന് തിരിച്ചു വരാൻ നിന്നപ്പോൾ വീണ്ടും എത്ര പോയാലും വീണ്ടും ആദ്യത്തെ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു മനസ്സിലായി അള്ളാഹുവിന്റെ മനുഷ്യ, അള്ളാഹിന് താല്പര്യം മറ്റൊന്നാണ്. അപ്പോഴത്തേന് ബിന് സിയാദും കൂട്ടരും വന്നു. അവർ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ കരാറ് ചെയ്യുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യും. ഞങ്ങൾ ഇല്ല, യുദ്ധത്തിന് ഞങ്ങളില്ല, ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇല്ല, അത് പറ്റില്ല, യസീദിന്റെ ഓർഡറാണ്, ഒന്നില്ലെങ്കിൽ യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ കരാറ് ചെയ്യും. കരാറ് ചെയ്യാൻ ഒരിക്കലും തയ്യാറായില്ല. കാരണം എന്താ, കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഇമാം ഹുസൈൻ റളിയല്ലാഹു കരാറ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇതിന് സപ്പോർട്ടായി, നേതൃത്വമായി. അപ്പൊ എല്ലാവരും അദ്ദേഹവുമായി ബൈഅത്ത് ചെയ്യും. പിന്നെ അദ്ദേഹത്തിന്റെ കിരാത ഭരണം തുടരുകയും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ തുടച്ചു നീക്കി എന്താ പറയാ, ദീനിന് അവരുടെ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് യോജിച്ച നിയമങ്ങൾ മാത്രം നടപ്പിലാക്കി യഥാർത്ഥ ഈമാനും ഇസ്ലാമും ഇന്ന് ഈ സമൂഹത്തിന് മുന്നിൽ ഇല്ലാത്തൊരു നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹുസൈൻ റളിയല്ലാഹു യുദ്ധത്തിന് തയ്യാറാവുക. അങ്ങനെയാണ് ഷഹാദത്ത് വരിക്കുന്നത്. ഷഹാദത്ത് വലിക്കുന്നവർക്ക് നല്ല അറിയാം. കാരണം ഈ 70 ആളുകളെ കൊണ്ട് 10,000-കണക്കിന് ആളുകളുമായിട്ട് എങ്ങനെ യുദ്ധം ചെയ്താക്കാൻ അറിയാം. അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അവരെ കൂടെ വന്നിട്ടുള്ള അവരുടെ സഹോദരന്മാരും കുടുംബക്കാരാണ് കൂടുതലും കുടുംബക്കാരാണ്. കൂടുതലെന്നല്ല, എല്ലാവരും കുടുംബക്കാരെന്ന് പറഞ്ഞാലും തെറ്റൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തരും കുട്ടികൾ വരെ ഷഹീദാവുമ്പോഴും ഹുസൈൻ റളിയല്ലാഹു പിന്തിരിഞ്ഞു പോവല്ല ചെയ്തത്, ക്ഷമിച്ചുകൊണ്ട്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ സ്വന്തം പിഞ്ചു കുഞ്ഞ് വെള്ളം കിട്ടായിട്ട് ഉമ്മയുടെ എന്താ പറയുക സ്ഥാനം പറ്റിപ്പോയി. അങ്ങനെ കുട്ടിക്ക് പാല് കിട്ടാതെ കുട്ടി കരയാൻ തോന്നി. തുള്ളി വെള്ളം യൂഫ്രട്ടീസ് നദിയുടെ അതൊക്കെ അടച്ചു കളഞ്ഞിരിക്കണ്. വെള്ളം കിട്ടാൻ ഒരു തുള്ളി വെള്ളം അവർക്ക് ആർക്കും ഇല്ല. അങ്ങനെ കുട്ടി കരഞ്ഞപ്പോൾ കുട്ടിയുമായിട്ട് ഈ കുട്ടി നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്, കുട്ടിക്കൊരു തുള്ളി വെള്ളം കൊടുക്കണം, അതിനുള്ള ഇത് തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഷമ്മർ അമ്പയ്യ ചെയ്തത് ക്രൂരൻ. അങ്ങനെ കുട്ടിയുടെ വായിൽ വന്ന് രക്തം പുറത്തേക്ക് വന്ന് കുട്ടി ഷഹീദാവാണ്. ആ പിഞ്ചു കുഞ്ഞ് സ്വന്തം കയ്യിൽ നിന്ന് ഷഹീദാകുമ്പോൾ ആ രക്തം കയ്യിലെടുത്തിട്ട് ഹുസൈൻ റളിയല്ലാഹു ആകാശത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഖളാ ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ കുട്ടിയുടെ പരിശുദ്ധമായ മയ്യത്ത് ആ ശരീരം കൊണ്ട്, ഷഹീദായ പുണ്യ ശരീരവും കൊണ്ട് കൈമയിലേക്ക് ചെന്നപ്പോൾ സ്ത്രീകൾ കരയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു നമ്മൾ കരഞ്ഞു പോകരുത്, നമ്മൾ അഹ്ലു ബൈത്താണ്, മുത്തുനബിയുടെ കുടുംബങ്ങളാണ്, നമ്മൾ കരഞ്ഞു പോകരുത്. അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമിക്കണം. നമ്മൾ ക്ഷമിക്കലല്ലേ, നമ്മൾ അള്ളാഹിനെ കൊണ്ട് തൃപ്തിപ്പെടണം, നമ്മൾ അള്ളാഹിനെ കൊണ്ട് തൃപ്തിപ്പെടേണ്ടവരാണ്, നിങ്ങൾ കരഞ്ഞു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു വീണ്ടും യുദ്ധത്തിന് ഇറങ്ങാൻ ചെയ്യും. മനസ്സിലാവുന്നു? നമ്മൾ ചിന്തിക്കണം, എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ? കുടുംബം സംരക്ഷിക്കാനാണ്. കുടുംബത്ത് അവർക്ക് വല്ല സ്ഥാനമാനങ്ങളാണെങ്കിൽ കുടുംബക്കാരെ കൊണ്ടുവരൂലല്ലോ. മാത്രമല്ല ഈ 70 ആൾക്കാരായിട്ട് യുദ്ധത്തിന് ആരെങ്കിലും തയ്യാറാകും? സ്ഥാനമാനങ്ങൾ എത്രപ്പോഴും കൊടുക്കും. യസീദിന് ബൈഅത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവിധ സ്ഥാനമാനവും തരാന്നാ പറഞ്ഞത്, എല്ലാ സംരക്ഷണവും തരാന്നാ പറഞ്ഞു. പക്ഷെ ആ സ്ഥാനമാനം ഹുസൈൻ റളിയല്ലാഹു ആഗ്രഹിച്ചില്ല രാജാധികാരം, മറിച്ച് ദീന് സംരക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവരെ മറ്റവരുടെ കൂടെ കൂടിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തിരിച്ചു പോരാൻ ചെയ്തത്. അല്ല, അപ്പോൾ യുദ്ധത്തിന് അവർ തയ്യാറായിട്ടില്ല. യുദ്ധം അറിയാനിട്ടൊന്നല്ലല്ലോ. ആ കർബലയുടെ ചരിത്രം പഠിച്ചാൽ അറിയാം എത്ര കണ്ട അവസാന ടൈമിലാണ് ഹുസൈൻ റളിയല്ലാഹു ഷഹീദാവുന്നത്. അത്രയ്ക്കും പിടിച്ചു നിന്നു. തന്റെ ഉപ്പയിൽ നിന്നും കിട്ടിയ മൗല അലി റളിയല്ലാഹു കിട്ടിയ ദുൽദുൽ കുതിരയും മൗല അലി റളിയല്ലാഹു ഉപയോഗിച്ച പരിശുദ്ധമായിട്ടുള്ള ദുൽഫുഖാർ വാളുമായിട്ടാണ് അവർ ചെന്നത്. മനസ്സിലാവുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധത്തിൽ ധരിച്ചിരുന്ന ആ പടയങ്കി അതെല്ലാം ഇട്ടും കണ്ട് ഹുസൈൻ റളിയല്ലാഹു കുതിരപ്പുറത്തും കണ്ട് ചെന്നപ്പോൾ അത് കണ്ടിട്ട് യസീദിന്റെ ഇബ്നു സിയാദിന്റെ കൂടെയുള്ള കുറെ മുഅ്മിനീങ്ങളെ സഹാബാക്കളുണ്ടും അവർ അള്ളാഹുവിന്റെ റസൂലാണുള്ളത് വരുന്നത് എന്ന് പറഞ്ഞ് കണ്ട് ഓടിപ്പോയി എന്നാണ്. അവരവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ്. അവർ പിന്നെ ആ യുദ്ധത്തിന് പോലും അവർ രക്ഷപ്പെട്ടു. ആ ഇതിൽ നിന്നെല്ലാം അവർ മോചിതരായി പോയി. കാരണം അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ വരണമായിരുന്നു തോന്നിയെന്നാണ്. അങ്ങനൊക്കെ ചരിത്രം പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധിക്കണം. നമ്മളെന്തെന്ന് വളച്ചൊടിച്ച് പറയാൻ പാടില്ല. അതുകൊണ്ട് ഖാജ റളിയല്ലാഹു പറഞ്ഞു, ദി ഷാ അസ്തു ഹുസൈൻ ബാദിഷാ അസ്തു ഹുസൈൻ. കാരണം രാജാക്കന്മാരുടെ രാജാവാണ്. കാരണം യഥാർത്ഥ രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ധീരനാണ്. അല്ല മറ്റുള്ളവരുടെ മുന്നിൽ പേടിച്ചിട്ട് ഒന്നും ചെയ്യല്ലേ, ഞാൻ നിങ്ങൾ കീഴടങ്ങിക്കോളെന്ന് പറയുന്ന ആളല്ല. അത് രാജാക്കന്മാരുടെ രാജാവാണ്. ദീൻ അസ്തു ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു മുഴുവനായിട്ടും എന്താണ്? ദീനാണ്. ആബാദ ചൂടം ദീനാണ്. ദീൻ അസ്തു ഹുസൈൻ, ദീൻ പനാ അസ്തു ഹുസൈൻ. ദീന് എന്താണ്? ഹുസൈൻ റളിയല്ലാഹു അഭയമാണ്. ഹുസൈൻ റളിയല്ലാഹു ദീനിന്റെ അഭയകേന്ദ്രമാണ്. ദീനിന് അഭയം ലഭിച്ച ഹുസൈൻ റളിയല്ലാഹു കൂടിയാണ് എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ നിർത്തിയാണ് എൻ്റെ പ്രിയമുള്ളവരെ. അപ്പൊ അവര് ശരിക്ക് ഇത് ആസ്വദിച്ചവരാണ്.
വഫാത്താവുന്നതും യുദ്ധത്തിലും മസ്തിലായവരായിരുന്നവർ, യുദ്ധരംഗത്തും മസ്തായിരുന്നു. മനസ്സിലാവും. ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവരുടെ ഹദീസുകളിൽ നിന്നൊക്കെ ഇപ്പോൾ സഹാബാക്കൾ പറഞ്ഞ് അവരുടെ അടുക്കൽ വന്നിട്ട് മലക്കുകളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടേ, ഞങ്ങൾ നിങ്ങളെ കൂടെ 70 ആളല്ലേ ഉള്ളൂ, നിങ്ങളെ കൂടെ ഞങ്ങൾ കൂടിക്കോളാം, നമ്മൾക്ക് ഒന്നിച്ച് യുദ്ധം ചെയ്യുക, അവരെ പരാജയപ്പെടുത്തുക. അപ്പോൾ ഹുസൈനുള്ളാഹ് പറഞ്ഞു, നിങ്ങൾ പരസ്യമായിട്ടാണ് അവരോട് ഏറ്റുമുട്ടുന്നത്, അതിൽ മറഞ്ഞ നിലയ്ക്കാണോ ഏറ്റുമുട്ടുക? അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ജിന്നുകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മറഞ്ഞ നിലയിലാണ് ഏറ്റുമുട്ടാൻ പറ്റുള്ളൂ. ഇല്ല, അള്ളാഹ് എൻ്റെ ഉപ്പാപ്പാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ എൻ്റെ ഉമ്മത്തികളെ വഞ്ചിച്ചു എന്നുള്ള ആ ഒരു പരാതി എനിക്ക് വരാൻ പാടില്ല. എന്നാൽ അവരോട് വഞ്ചനയാണ് അവർ കാണാതെ ചെയ്യുമ്പോൾ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയെന്ന ചരിത്രം പറയുന്നത്. മനസ്സിലാവുന്നു. അത്രക്കും സൂക്ഷ്മതയോട് കൂടിയിട്ട് ആ ടൈമിൽ വരെ ആ മസ്ത് അവർക്ക് ഉണ്ടായിരുന്നു. ആ ഈമാന്റെ രുചി അവർ ആസ്വദിച്ചു. അവർ അള്ളാഹിനെ കൊണ്ട് തൃപ്തിപ്പെട്ടു റബ്ബായിട്ട്, അവർ അള്ളാഹിന്റെ റസൂലിനെ കൊണ്ട് തൃപ്തിപ്പെട്ടു നബിയായിട്ട്, അവർ ഇസ്ലാമിന്റെ ദീൻ കൊണ്ട് തൃപ്തിപ്പെട്ടു. നമ്മൾ ആലോചിച്ച് നോക്കി, ഏത് ഘട്ടത്തിലാണ് ഈ തൃപ്തിപ്പെടുന്നത്? അവർക്ക് പ്രയാസങ്ങളുടെ മേൽ പ്രയാസങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. തൻ്റെ ഉപ്പായുടെ ഷഹാദത്ത്, അലി റളിയല്ലാഹു ഷഹാദത്ത്, തൻ്റെ ഉമ്മായുടെ വഫാത്ത്, അല്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അവരുടെ ഉമ്മ വഫാത്തായി. അത് കഴിഞ്ഞ് അവരുടെ അലി കുറച്ച് കഴിഞ്ഞ് ഈ കർബലൊക്കെ വരുന്നതിന് മുന്നേ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ഉപ്പ വഫാത്തായി. അവർക്ക് ജീവിതത്തിൽ എന്ത് സന്തോഷമായിരിക്കും കിട്ടിയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ അവർ മസ്തിലായി. അവർ അള്ളാഹുവിൻ്റെയും റസൂലിനെ കൊണ്ടും വല്ലാത്ത മസ്തിലയാണ്. ആ മസ്താണ് ഇന്ന് നമുക്ക് ഈ ഖാദിരി ചിശ്തി ത്വരീഖത്തുകാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ നമ്മുടെ ഷെയ്ഖാണ്, നമ്മൾ ഷെയ്ഖാണ്. അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹു നമ്മുടെ സിൽസിലയിൽ, നമ്മുടെ ആത്മീയ ഇതിൽ നേതാവാണ്. അവരുടെയൊക്കെ ആ ഈമാന്റെ ചൈതന്യമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അള്ളാഹിനെ അറിയാൻ പരിശ്രമിക്കണം എന്നൊന്നുകൂടി ഉപദേശിച്ചുകൊണ്ട്, മുത്തുനബി അറിയാൻ പരിശ്രമിക്കണം എന്ന് ഒന്നുകൂടി ഉപദേശിച്ചുകൊണ്ട്, ഇസ്ലാമിനെ മഹത്വം പഠിക്കാൻ പരിശ്രമിക്കണം ഒന്നുകൂടി ഉപദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മശായിഖന്മാർ, ഉസ്താദന്മാർ, നമ്മുടെ മാതാപിതാക്കന്മാർ, മറ്റ് നമ്മുടെ സഹോദരന്മാർ, സഹോദരികളായ മോമിനീങ്ങൾ, മോമിനാത്തുകൾ എല്ലാവർക്കും അള്ളാഹു തആല ആരോഗ്യത്തിലുള്ള ദീർഘായുസ്സും തൃപ്തിയിലായിട്ട് നൽകുമാറാകട്ടെ. നമ്മളിത് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു തആല കാമിലായ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമ്മൾക്ക് അള്ളാഹു ഈമാന്റെ മാധുര്യം നൽകി അനുഗ്രഹിക്കട്ടെ. ബിജാഹി സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.